സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് അക്കഡമിക് റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ സക്സസ് എന്നതിലെ യൂണിറ്റ് 5 വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ഫോർ അക്കഡമിക് റൈറ്റിംഗ് എന്ന ലെസണിലെ ഒരു ചെറിയൊരു പോർഷനാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ബേസിക് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ. വാട്ട് ഈസ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്? ഒരു സെൻറ്റൻസിൽ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുകൾ, എന്തെങ്കിലും ഒരു സാധനമാവാം, തിങ്ങാവാം അല്ലേ, എന്തുമായിരിക്കാം. വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ്സാണ്. അപ്പോൾ ഈ സബ്ജക്റ്റും വേർബും ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അപ്പം മാത്രമേ നമുക്കതിനൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സബ്ജക്റ്റും വേർബും ഈ സെൻറ്റൻസിലുണ്ടെങ്കിൽ അത് തമ്മിൽ നല്ലൊരു എഗ്രീമെൻറ്റിലായിരിക്കണം. സിംഗുലാർ സബ്ജക്റ്റ് ഉണ്ടാവാം, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ടാവാം അല്ലേ. ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ സിംഗുലാർ ആയിരിക്കാം, പ്ലൂറൽ ആയിരിക്കാം. ഇപ്പോൾ ഒരു ക്യാറ്റ് എന്നുള്ളത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, കാറ്റ്സ് എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനനുസരിച്ച് വേർബ് ചേഞ്ച് ചെയ്യും. ഓക്കെ, വേർബ് മാറ്റണം. ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വേർബും സിംഗുലാർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ദ ഡോഗ് ചേസസ് ദ ക്യാറ്റ്. ഇവിടെ നമുക്ക് ഡോഗ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് സിംഗുലാർ വേർബാണ്. നമുക്ക് അതിൻ്റെ കൂടെ എഗ്രിമെൻ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ചേരുന്നത് സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ ഡോഗ് ചേസസ്, കണ്ടോ, ഡോഗ് ചേസസ്. അതേസമയം നെക്സ്റ്റ് സെൻറ്റൻസ് ഒന്ന് നോക്കി. ദ ഡോഗ് ചേസ് ദ ക്യാറ്റ്. ദ ഡോഗ്സ് ചേസ് ദ ക്യാറ്റ്. ഡോഗ്സ് എന്ന് വന്നപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റായി, അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബാണ് ചേസ്. ഇപ്പോൾ ഡോഗ് ചേസസ്, ഡോഗ്സ് ചേസ്. ഇവിടെ ചേസസിൻ്റെ കൂടെ എസ് ചേർത്തു എന്ന് വെച്ചിട്ട് അത് പ്ലൂറൽ അല്ല. ഓക്കെ, അത് എസ് ചേർക്കുന്നതെല്ലാം പ്ലൂറൽ അല്ല, ഇത് ശരിക്കും സിംഗുലാർ വേർബാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുക, ഡോഗ് ചേസസ്, ഡോഗ്സ് ചേസ്. ഓക്കെ, ദിസ് ഈസ് ഓൺലി ആൻ എക്സാമ്പിൾ. അപ്പോൾ ബേസിക് റൂളാണ്, എ സിംഗുലാർ സബ്ജക്റ്റ് ഷീ അല്ലെങ്കിൽ ബിൽ അല്ലെങ്കിൽ കാർ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു സിംഗുലാർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ടേക്സ് എ സിംഗുലാർ വേർബ്, ദാറ്റ് ഈസ്, ഗോസ്, ഷൈൻസ്. ഓക്കെ, ഷീ ഈസ് അല്ലെങ്കിൽ ഷീ ഗോസ്. വേറാസ് എ പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂറൽ വേർബ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂള്, ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾ എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് വിൽ ടേക്ക് എ സിംഗുലാർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് വിൽ ടേക്ക് എ പ്ലൂറൽ വേർബ്. ഇനി ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറയുന്ന ഐ എപ്പോഴും എടുക്കുന്നത് ഒരു പ്ലൂറൽ വേർബായിരിക്കും. ഐ ഗോ, ഐ ഡ്രൈവ് എന്ന് പറയുന്നത് അത് മനസ്സിൽ വെക്കുക. ഓക്കെ, ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ, ഐ എന്ന് പറയുന്ന ഞാൻ എപ്പോഴും പ്ലൂറൽ വേർബാണ് എടുക്കുന്നത്. I go, I drive. നെക്സ്റ്റ്, രണ്ടാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ബേസിക് റൂൾ നമ്മൾ കണ്ടു. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ബൈ ദ വേർഡ്സ് ദാറ്റ് കം ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് വേർബ്. ദേ ഡു നോട്ട് എഫക്റ്റ് എഗ്രിമെൻറ്റ്. രണ്ടാമത്തെ റൂള്, ഒരു വേർഡ്സ് ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റും വേർബും തമ്മിൽ എപ്പോഴും അടുത്തടുത്ത് വരണമെന്നില്ല. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില വാക്കുകളൊക്കെ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഈ ഒരു വാക്കുകൾ വെച്ചിട്ട് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഈ വാക്കുകൾ ഇങ്ങനെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏത് വേർബ് വരും എന്നുള്ള ഒരു കൺഫ്യൂഷനൊന്നും വേണ്ട. എപ്പോഴും നമ്മൾ എന്താണ് നോക്കേണ്ടത്? സബ്ജക്റ്റും വേർബും മാത്രമേ നോക്കണ്ടൂ അതിൻ്റെ എഗ്രിമെൻറ്റിന്. സബ്ജക്റ്റിനനുസരിച്ചാണോ വേർബ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വരുന്ന വാക്കുകളൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദ ഡോഗ് who is chewing on my jeans is usually very good. ഓക്കെ, അപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡോഗിനെ കുറിച്ച് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്, സബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെ ഇടയിൽ. ആ ഒരു ഫ്രേസാണ് ഹു ഈസ് ചൂയിങ് ഓൺ മൈ ജീൻസ് അല്ലേ. ആ ഡോഗ് എന്ന് പറയുന്നത് എൻ്റെ ജീൻസ് ചൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചവച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു വേർഡ്സ് അല്ലെങ്കിൽ ചെറിയൊരു ഫ്രേസ് എന്ന് പറയുന്നത് ശരിക്കും ഇതിനൊരു ആവശ്യമില്ലാത്ത, എന്ന് വെച്ചാൽ ഈ സെൻറ്റൻസിന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് തമ്മിൽ ഒരു ഇതും വരാത്ത, ഒരു അറ്റാച്ച്മെൻറ്റും വരാത്ത ഒരു കുറച്ച് വേർഡ്സാണത്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ദ ഡോഗ് ഈസ് യൂഷ്വലി വെരി ഗുഡ്. ഡോഗ് നോക്കുക, ഓക്കെ, ഈസ് നോക്കുക, വേർബ് നോക്കുക. അപ്പോൾ ദ ഡോഗ് എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആണ്.
അപ്പോൾ അതിന് സിംഗുലാർ വേർബാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈസ് എന്ന് ഉപയോഗിച്ചത്. ഡോഗ് ഈസ് യൂഷ്വലി വെരി ഗുഡ്. സബ്ജക്റ്റും വേർബും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അതിനിടയിൽ വരുന്ന വേർഡ്സ് അത് ജസ്റ്റ് അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതാണ്. അതായിട്ട് ഇതും ആയിട്ടൊന്നും താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് തേർഡ് റൂൾ എന്ന് പറയുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസസ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് വേർബ് യൂഷ്വലി ഡു നോട്ട് എഫക്റ്റ് എഗ്രിമെൻറ്റ്. പ്രിപ്പോസിഷണൽ ഫ്രേസസ് അതേപോലെ ഇപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെയും ഇടയിൽ വരുന്ന പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഒരിക്കലും ഈ എഗ്രിമെൻറ്റ് എന്നെ എഫക്റ്റ് ചെയ്യുന്നേയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ദ കളേഴ്സ് ഓഫ് ദ റെയിൻബോ ആർ ബ്യൂട്ടിഫുൾ. കണ്ടോ, ദ കളേഴ്സ് ഓഫ് ദ റെയിൻബോ. അപ്പോൾ ഓഫ് ദ റെയിൻബോ അല്ലേ, ഓഫ് ദ എന്നുള്ളത് അല്ലെങ്കിൽ ഓഫ് ദ റെയിൻബോ എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. അപ്പോൾ ദ കളേഴ്സാണ് ഇവിടെ നമ്മൾ സബ്ജക്റ്റായിട്ട് പറയുന്നത്. റെയിൻബോനെ കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് അല്ലേ. ഈ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? റെയിൻബോനെ കുറിച്ചല്ല. ആരെക്കുറിച്ചാണ്? റെയിൻബോയുടെ കളേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നിറങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെയിൻബോ ഓക്കെ ദ റെയിൻബോ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ റെയിൻബോനെ കുറിച്ചാണ് അപ്പം സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ നമ്മൾ ദ കളേഴ്സിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ, അതാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ദ കളേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ആർ എന്നുള്ള പ്ലൂറൽ വേർബ് കൊടുത്തിരിക്കുന്നത്. ദ കളേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇതുമായിട്ട് ഈ എഗ്രിമെൻറ്റുമായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് വെൻ സെൻറ്റൻസസ് സ്റ്റാർട്ട് വിത്ത് ദെയർ ഓർ ഹിയർ ദ സബ്ജക്റ്റ് വിൽ ഓൾവേസ് ബി പ്ലേസ്ഡ് ആഫ്റ്റർ ദ വേർബ്. സോ കെയർ നീഡ്സ് ടു ബി ടേക്കൻ ടു ഐഡൻറ്റിഫൈ ഇറ്റ് കറക്റ്റ്ലി. ഒരു സെൻറ്റൻസ് ദെയറോ അല്ലെങ്കിൽ ഹിയറോ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സെൻറ്റൻസ് ദെയർ എന്നുള്ള വേർഡോ അല്ലെങ്കിൽ ഹിയർ എന്നുള്ള വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് എപ്പോഴും വേർബ് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടതിലൊക്കെ സബ്ജക്റ്റ് ആദ്യവും വേർബ് പിന്നീട് വരുന്നതുമായിട്ടാണ് കണ്ടത്. പക്ഷേ ദെയർ അല്ലെങ്കിൽ ഹിയർ വെച്ച് വരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, സബ്ജക്റ്റ് എപ്പോഴും വേർബ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് ഏതാ വേർബ് ഏതാന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദെയർ ഈസ് എ പ്രോബ്ലം വിത്ത് ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ദെയർ കണ്ടോ, ദെയർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു സെൻറ്റൻസ്. അതിലാദ്യം വരുന്നത് ദെയർ കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആണോ വേർബാണോ? വേർബാണ് വന്നിരിക്കുന്നത് അല്ലേ. ദെയർ ഈസ് അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത് അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഹിയർ ആർ ദ പേപ്പേഴ്സ് യു റിക്വസ്റ്റഡ്, അത് അങ്ങനെ തന്നെ അല്ലേ. ഈ പ്രോബ്ലം എന്ന് പറയുന്നതാണ്. ദെയർ ഈസ് എ പ്രോബ്ലം വിത്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് കാണാം. ദെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ വേർബ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ്ജക്റ്റായ പ്രോബ്ലം അല്ലേ. എ പ്രോബ്ലം, ഒരു പ്രോബ്ലമാണുള്ളത്, അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈസ് എന്നുള്ള സിംഗുലാർ വേർബ് വെച്ചിട്ട് നമ്മളതിനെ ആ ഒരു സെൻറ്റൻസ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. ഹിയർ ആർ ദ പേപ്പേഴ്സ് യു റിക്വസ്റ്റഡ്. ഓക്കെ, പേപ്പേഴ്സ് എന്നുള്ള സബ്ജക്റ്റ്. അപ്പോൾ ആ പേപ്പേഴ്സ് എന്നുള്ള സബ്ജക്റ്റ് പ്ലൂരൽ സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ ആ പ്ലൂരൽ സബ്ജക്റ്റിനെ നമ്മൾ പ്ലൂരൽ വേർബായിട്ടാണ് എഗ്രി ചെയ്തിരിക്കുന്നത് അല്ലേ. ദ പേപ്പേഴ്സ് ആർ അല്ലേ. അപ്പോൾ ഹിയർ എന്നുള്ള ആ സെൻറ്റൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിയർ വെച്ചിട്ടാണ്, പക്ഷേ അത് വേർബാണ് അതിലാദ്യം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. ദ പേപ്പേഴ്സ് പ്ലൂരൽ സബ്ജക്റ്റ്, പ്ലൂരൽ വേർബ് ആർ. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇഫ് ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ് ദേ ടിപ്പിക്കലി റിക്വയർ എ പ്ലൂരൽ വേർബ് ഫോം. ഇപ്പോൾ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളെപ്പോഴും കാണുന്ന ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. അതിന് ടിപ്പിക്കലായിട്ട് ഒരു പ്ലൂരൽ വേർബ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ കൗ ആൻഡ് ദ പിഗ്. ഇവിടെ സബ്ജക്റ്റ് ഏതാ? കൗവും പിഗും അല്ലേ. ദ കൗ ആൻഡ് ദ പിഗ്. അപ്പോൾ ഇത് രണ്ടും സിംഗുലാർ സബ്ജക്റ്റാണ്, പക്ഷേ ഇവിടെ രണ്ട് പേരുണ്ട് അല്ലേ, കൗവും ഉണ്ട് പിഗും ഉണ്ട്. അപ്പോൾ പ്ലൂരലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ പ്ലൂരൽ വേർബാണ് അവിടെ ആഡ് ചെയ്യുന്നത്. ദ കൗ ആൻഡ് ദ പിഗ് ആർ ജമ്പിങ് ഓവർ ദ മൂൺ. ഓക്കെ, ആറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സിക്സ്ത്
റൂൾ എന്താ? ദ വേർബ് ഇസ് സിംഗുലാർ ഇഫ് ദ ടു സബ്ജക്ട്സ് സെപ്പറേറ്റഡ് ബൈ ആൻഡ് റെഫർ ടു ദ സെയിം പേഴ്സൺ ഓർ തിങ്. ഓക്കെ, ഈ സെൻറ്റൻസ് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ദ വേർബ് ഇസ് സിംഗുലാർ if the two subjects separated by and refer to the same person or thing. ഒരു വേർബ് സിംഗുലാർ ആവും എപ്പോൾ? രണ്ട് സബ്ജക്റ്റുകൾ, ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് സബ്ജക്റ്റുകളുണ്ട്, അത് ജോയിൻ ചെയ്തിരിക്കുന്നത് ആൻഡ് വെച്ചിട്ടാണ്. പക്ഷേ ഈ രണ്ട് സബ്ജക്റ്റും ഒരു സെയിം പേഴ്സണെയാണ് അല്ലെങ്കിൽ ഒരു സെയിം തിങ്ങിനെയാണ് റെഫർ ചെയ്യുക എന്ന് വിചാരിക്കും. അപ്പോൾ അത് ആ വേർബ് എന്ന് പറയുന്നത് സിംഗുലാർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കിഡ്നി ബീൻസ് ആൻഡ് റൈസ് ഈസ് മൈ മോംസ് ഫേവറേറ്റ് ഡിഷ്. ഓക്കെ, കിഡ്നി ബീൻസ് ആൻഡ് റൈസ് ഈസ് മൈ മോംസ് ഫേവറേറ്റ് ഡിഷ്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയുന്നത് കിഡ്നി ബീൻസും റൈസുമാണ്. അപ്പോൾ ഈ കിഡ്നി ബീൻസ് റൈസ് എന്ന് പറയുന്നത് ഒരു ഡിഷിൻ്റെ പേരാണ് അല്ലേ? ഒരു ഡിഷ് ഒരുമിച്ച് വരുന്ന ഒരു ഡിഷാണ് കിഡ്നി ബീൻസും റൈസും. അപ്പോൾ ഈ കിഡ്നി ബീൻസ് ആൻഡ് റൈസ്, അത് കിഡ്നി ബീൻസും റൈസും ആൻഡ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡിഷിനെ റെഫർ ചെയ്യുന്നത് കൊണ്ട്, ഓക്കെ, ഒരാളെ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു തിങ്ങിനെയോ നമ്മൾ റെഫർ ചെയ്യുന്നത് കൊണ്ട് അത് സിംഗുലാർ വേർബായിരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതേ സെയിം ഇത് തന്നെയാണ്. ഒരു ഡിഷിനെ ഇത് റെഫർ ചെയ്യുന്നത് കൊണ്ട്, കിഡ്നി ബീൻസും റൈസും റെഫർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒറ്റയായിട്ടാണ് അത് കാണുന്നത്. ഇപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടറൊക്കെ പോലെ. ഓക്കെ, അപ്പോൾ അതിന് ഈസ് വെച്ചിട്ട് സിംഗുലാർ വേർബാണ് യൂസ് ചെയ്തത്. കിഡ്നി ബീൻസ് ആൻഡ് റൈസ് ഈസ്. നെക്സ്റ്റ് 7th റൂൾ എന്ന് പറയുന്നത്, ഇഫ് വൺ ഓഫ് ദ വേർഡ്സ് ഈച്ച്, എവ്രി ഓർ നോ കംസ് ബിഫോർ ദ സബ്ജക്റ്റ്, ദ വേർബ് ഈസ് സിംഗുലാർ. ഇപ്പോൾ ഈച്ച് അല്ലെങ്കിൽ എവ്രി അല്ലെങ്കിൽ നോ എന്നുള്ളതൊക്കെ സബ്ജക്റ്റിന് മുമ്പ് വരികയാണെങ്കിൽ വേർബ് സിംഗുലാർ ആയിരിക്കും. ഓക്കെ, ഈച്ച് എന്നുള്ളത് അല്ലെങ്കിൽ എവ്രി എന്നുള്ള വേർഡ് അല്ലെങ്കിൽ നോ എന്നുള്ള വേർഡ് ഒരു സബ്ജക്റ്റിന് മുൻപേ വരുവാണെങ്കിൽ വേർബ് എപ്പോഴും സിംഗുലാർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നോ സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് ഈസ് അലൗഡ്. ഈ സെൻറ്റൻസ് നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? നോ സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് ഈസ് അലൗഡ്. ഈ സെൻറ്റൻസിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? നോ എന്നുള്ളത് ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഏറ്റവും ആദ്യമാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ സബ്ജക്റ്റ് വരുന്നത്, സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് എന്നുള്ളത്. അതിന് നമ്മൾ സിംഗുലാർ വേർബാണ് യൂസ് ചെയ്യുന്നത്, ഈസ്. നോ സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് ഈസ് അലൗഡ്. നോ എന്നുള്ളതോ എവ്രി എന്നുള്ളതോ ഈച്ച് എന്നുള്ള വേർഡോ സബ്ജക്റ്റിന് മുമ്പ് വരുവാണെങ്കിൽ എപ്പോഴും സിംഗുലാർ വേർബായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, എവ്രി മാൻ ആൻഡ് വുമൺ അല്ലേ? എവ്രി എന്നുള്ളത് ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ടാണ് ആ സബ്ജക്റ്റ് വരുന്നത്, മാൻ ആൻഡ് വുമൺ അല്ലേ? അത് നമ്മൾ സിംഗുലാർ വേർബ് വെച്ചിട്ടാണ് എഗ്രി ചെയ്യുന്നത്, ഈസ്. എവ്രി മാൻ ആൻഡ് വുമൺ ഈസ് റിക്വയർഡ് ടു ചെക്ക് ഇൻ. നെക്സ്റ്റ് 8th റൂള്, ദ സിംഗുലാർ വേർബ് ഫോം ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഓർ ടൈം. ഒരു സിംഗുലാർ വേർബ് ഫോം എന്ന് പറയുന്നത്, ഓക്കെ, സിംഗുലാർ ആയിട്ടുള്ള ഒരു വേർബ് ഫോം എന്ന് പറയുന്നത് ആണ് നമ്മൾ മെഷർമെൻറ്റിനും ടൈമിനും യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മെഷർമെൻറ്റൊക്കെ പറയുന്നുണ്ട് അല്ലേ? കിലോ, അതേപോലെ തന്നെ ലിറ്റർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ടൈമും നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഏത് വേർബ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലാർ വേർബ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ 4 quarts ഓഫ് ഓയിൽ വാസ് റിക്വയർഡ് ടു ഗെറ്റ് ദ കാർ റണ്ണിങ്. അപ്പം 4 quarts ഓഫ് ഓയിലാണ് നമുക്ക് ഒരു കാറ് റൺ ചെയ്യാൻ വേണ്ടത്, ഓക്കെ, വേണ്ടി വന്നത്. അപ്പോൾ ഈ 4 quarts ഓഫ് ഓയിൽ എന്ന് പറയുന്നത് ഒരു മെഷർമെൻ്റ് ആണ് അല്ലേ? അവിടെ 4 എന്നുള്ളത് 4 എണ്ണം ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ 4 quarts ഓഫ് ഓയിൽ എന്ന് പറയുന്നത് ഒരു മെഷർമെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ സിംഗുലാർ വേർബ് ഫോം യൂസ് ചെയ്തിരിക്കുന്നത്, വാസ്. ഓക്കെ, 4 quarts ഓഫ് ഓയിൽ വാസ് റിക്വയർഡ് ടു ഗെറ്റ് ദ കാർ റണ്ണിങ്. ഇനി നെക്സ്റ്റ് 9th റൂൾ എന്താണ്? ദ ഓൺലി ടൈം വെൻ ദ ഓബ്ജെക്റ്റ് ഓഫ് ദ പ്രപ്പോസിഷൻ ഫാക്ടേഴ്സ് ഇൻ ടു ദ ഡിസിഷൻ ഓഫ് പ്ലൂറൽ ഓർ സിംഗുലാർ വേർബ് ഫോംസ് ഈസ് വെൻ നൗൺ ആൻഡ് പ്രൊനൗൺ സബ്ജക്ട്സ് ലൈക്ക് സം, ഹാഫ്, നൺ, മോർ, all, etc. are followed by a prepositional phrase. In these sentences, the object of the preposition determines the form of the verb. ഇപ്പോൾ the only time, ഇപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ
നമ്മുടെ വേർബ് സിംഗുലർ ആണോ അല്ലെങ്കിൽ പ്ലൂരൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ്, ഒരു പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ് കണക്കിലെടുത്ത് ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ സബ്ജക്ട്സ്, ഇപ്പോൾ സം, ഹാഫ്, നൺ, മോർ, ഓൾ എന്നീ വരുന്ന വേർഡ്സുകൾ. ഓക്കെ, ഇതെല്ലാം ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പ്ലൂരൽ അല്ലെങ്കിൽ സിംഗുലർ വേർബ് ഫോംസ് എന്നുള്ള ഡിസിഷനിൽ എത്തുന്നത്. ഒരു പ്രിപ്പോസിഷൻ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇൻ ദീസ് സെൻറ്റൻസസ് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ ഡിറ്റർമിൻസ് ദ ഫോം ഓഫ് ദി വേർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളിൽ ഒരു വേർബ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓൾ ഓഫ് ദ ചിക്കൻ ഇസ് ഗോൺ. ഓക്കെ, ഓൾ ഓഫ് ദ ചിക്കൻ ഇസ് ഗോൺ. അപ്പോൾ ഈ ഓൾ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അല്ലേ, ചിക്കൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ ചിക്കൻ. അപ്പോൾ ഓൾ ഓഫ് ദ ചിക്കൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഈസ് സിംഗുലറാണ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രിപ്പോസിഷണൽ ഫ്രേസ്, അതിൻ്റെ ഒബ്ജക്റ്റിനനുസരിച്ചാണ്. ഇപ്പോൾ ഓൾ ഓഫ് ദ ചിക്കൻസ്, ഓൾ ഓഫ് ദ ചിക്കൻസ് ഇതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്രിപ്പോസിഷൻ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിക്കൻസ് ആയതുകൊണ്ട് നമ്മൾ ആറ് വെച്ചു. ചിക്കൻസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആറ് അവിടെ കൊടുത്തു. അപ്പോൾ ഓൾ ഓഫ് ദി ചിക്കൻസ് ആർ ഗോൺ, ഓൾ ഓഫ് ദ ചിക്കൻ ഈസ് ഗോൺ, ചിക്കൻ ഈസ്, ചിക്കൻസ് ആർ. ഇനി 10th റൂൾ എന്ന് പറയുന്നത് ഇഫ് ദ സബ്ജക്ട്സ് ആർ ബോത്ത് സിംഗുലർ ആൻഡ് ആർ കണക്റ്റഡ് ബൈ ദ വേർഡ്സ് ഓർ, നോർ, നൈദർ നോർ, ഐദർ ഓർ ആൻഡ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ദ വേർബ് ഇസ് സിംഗുലർ. ഇപ്പോൾ ഒരു സബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ 2 സബ്ജക്റ്റുകളുണ്ടാവും അല്ലേ, അത് കണക്ട് ചെയ്യുന്നത് നമ്മൾ മുമ്പ് 2 സബ്ജക്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ചില സബ്ജക്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതാറുണ്ട്. ഇപ്പോൾ ഓർ വെച്ചിട്ട്, നോർ വെച്ചിട്ട്, അല്ലെങ്കിൽ നൈദർ നോർ, അല്ലെങ്കിൽ ഐദർ ഓർ, അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇങ്ങനെയൊക്കെ കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സബ്ജക്റ്റുകൾ ഇപ്പം ഇഫ് ദ സബ്ജക്ട്സ് ആർ ബോത്ത് സിംഗുലർ, 2 സബ്ജക്റ്റുകളും സിംഗുലർ ആണെങ്കിൽ ഓക്കെ, എന്നിട്ട് ഈ വേർഡുകൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർ, നോർ, നൈദർ നോർ, ഐദർ ഓർ, അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നുള്ള വേർഡ്സുകൾ വെച്ചിട്ടാണ് ഈ സിംഗുലാർ സബ്ജക്റ്റ്, 2 സബ്ജക്റ്റുകളും സിംഗുലാറാവെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ വേർബും അവിടെ സിംഗുലാർ ആയിരിക്കും. സിമ്പിളാണ് ശരിക്കും. ഇപ്പോൾ ജസീക്ക ഓർ ക്രിസ്ത്യൻ, ഇവിടെ ഓർ വെച്ചിട്ടാണ് 2 സബ്ജക്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജസീക്ക എന്നുള്ള പെൺകുട്ടിയും ക്രിസ്ത്യൻ എന്നുള്ള ഫ്രണ്ടും, അവളുടെ ഫ്രണ്ടാണെന്ന് വിചാരിക്കും. ഓക്കെ, രണ്ടുപേരും സിംഗുലറാണ് അല്ലേ, ജസീക്ക, ക്രിസ്ത്യൻ. ഇവിടെ 2 സബ്ജക്റ്റുകളും തമ്മിൽ ഓർ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും സിംഗുലാർ ആയതുകൊണ്ട് ഓക്കെ, നമ്മളതിനെ സിംഗുലാർ വേർബ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ജസീക്ക ഓർ ക്രിസ്ത്യൻ ഈസ് ടു ബ്ലെയിം ഫോർ ദ ആക്സിഡൻറ്റ്. ജസീക്ക ഓർ ക്രിസ്ത്യൻ ഈസ് ടു ബ്ലെയിം ഫോർ ദ ആക്സിഡൻറ്റ്. അപ്പോൾ സബ്ജക്ട്സ് ബോത്ത് സിംഗുലാറാണ്, 2ഉം സിംഗുലാറാണ്, കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ വെച്ചിട്ടാണ്. അപ്പോൾ ഓർ വെച്ചിട്ടോ അല്ലെങ്കിൽ നോർ വെച്ചിട്ടോ, നൈദർ നോർ വെച്ചിട്ടോ, ഐദർ ഓർ വെച്ചിട്ടോ, ആൻഡ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, വേർബ്സ് സിംഗുലാർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, 11th rule. If the subjects are both plural and are connected by the words or, nor, neither, nor, either, or, and not only but also, the verb is plural. ഇപ്പോൾ ഈ 2 സബ്ജക്റ്റുകളും നമ്മൾ സിംഗുലാറാണ് നോക്കിയത് അല്ലേ, 2 സബ്ജക്റ്റുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഓറോ, നോറോ, നൈദർ നോറോ, ഐദർ ഓറോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ 2 സബ്ജക്ട്സും പ്ലൂരൽ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വേർബും പ്ലൂരൽ ആയിരിക്കും. ഓക്കെ, നമ്മുടെ വേർബും പ്ലൂരൽ ആയിരിക്കും. For example, neither dogs nor cats are both available at the pound. ഒരു ഡോഗ്സ് അല്ലെങ്കിൽ കാറ്റ്സ് ഇത് രണ്ടും പ്ലൂറൽ സബ്ജക്റ്റാണ്. ഓക്കെ, ഡോഗ്സും കാറ്റ്സും കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് വേർഡ് വെച്ചിട്ടാണ്, നൈദർ നോർ വെച്ചിട്ടാണ്. പക്ഷേ ഇത് രണ്ടും പ്ലൂറൽ ഫോം ആയതുകൊണ്ട് നമ്മൾ വേർബും പ്ലൂറൽ ഫോമാണ് എഴുതുന്നത്. നൈദർ ഡോഗ്സ് നോർ കാറ്റ്സ് ആർ ബോത്ത് അവൈലബിൾ അറ്റ് ദ പൗണ്ട്. Next, 12th rule. If one subject is singular and one plural and the words are connected by the same things, ഇപ്പം neither nor or nor but not only but also, ഈ verb form എന്തായിരിക്കും? ഓക്കെ, ഇത് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ വേർബിൻ്റെ അടുത്ത് നമ്മൾ വേർബ് വയ്ക്കാൻ പോകുന്ന അതിൻ്റെ അടുത്തുള്ള സബ്ജക്റ്റാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ സിംഗുലർ ആയിരിക്കും, ഒരു സബ്ജക്റ്റ് പ്ലൂരൽ ആയിരിക്കും. എന്നിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറോ, നോറോ, അല്ലെങ്കിൽ നൈദർ നോറോ, ഐദർ ഓറോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ ആണെങ്കിൽ
ഓക്കെ. പക്ഷേ മറ്റേതിൻ്റെ പോലെ രണ്ടും പ്ലൂരൽ ആവില്ല, അല്ലെങ്കിൽ രണ്ടും സിംഗുലാർ ആവില്ല. ഒരെണ്ണം പ്ലൂരൽ അല്ലെങ്കിൽ ഒരെണ്ണം സിംഗുലാർ ആണെന്ന് വെക്കൂ. ഓക്കെ. അപ്പോൾ അത് വളരെ കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ എഴുതുന്ന വേർബിൻ്റെ അടുത്ത് വരുന്ന സബ്ജക്റ്റ് ഏതാണ്, ആ സബ്ജക്റ്റിനെയാണ് ഞാൻ നോക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, either the bears or the lion has escaped from the zoo. ഓക്കെ. ബെയേഴ്സ് എന്നുള്ളത് പ്ലൂരൽ സബ്ജക്റ്റാണ്, പക്ഷേ ലയൺ എന്നുള്ളതോ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ ഈ രണ്ട് സബ്ജക്റ്റിനും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഏതാണ്? ഐദർ ഓർ. അപ്പോൾ ഈ ബെയേഴ്സ് ഉണ്ട്, ലയൺ ഉണ്ട്, സിംഗുലാറും ഉണ്ട്, പ്ലൂരലും ഉണ്ട്. പക്ഷേ ഇവിടെ വേർബിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ലയൺ ആണ്, അത് സിംഗുലാർ ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ സിംഗുലാർ വേർബ് ഫോം യൂസ് ചെയ്തിരിക്കുന്നത്, ലയൺ. ഓക്കെ. ലയൺ ഹാസ് എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഐദർ ദ ബെയേഴ്സ് ഓർ ദ ലയൺ ഹാസ് എസ്കേപ്ഡ് ഫ്രം ദ സൂ. ഹാസ് എന്നുള്ളത് സിംഗുലാറാണ്, കാരണം ലയൺ എന്നുള്ളതാണ് ഹാസിൻ്റെ അടുത്ത് വരുന്നത്. അതുകൊണ്ടാണ് സിംഗുലാർ സബ്ജക്റ്റ് അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് സിംഗുലാർ വേർബ് ഫോം യൂസ് ചെയ്തു. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. നൈദർ ദ ലയൺ നോർ ദ ബെയേഴ്സ്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചിട്ടു അല്ലേ. ലയൺ എന്നുള്ളത് സിംഗുലാർ ഫസ്റ്റ് ഇട്ടു, ദ ബെയേഴ്സ് എന്നുള്ളത് സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് സെക്കൻഡ് ഇട്ടു. അപ്പോൾ നോക്കുമ്പോൾ ഈ വേർബിൻ്റെ അടുത്ത് വരുന്നത് ദ ബെയേഴ്സ് ആണ്, അത് പ്ലൂറലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലൂറൽ വേർബ് ഫോം യൂസ് ചെയ്തു. നൈദർ ദ ലയൺ നോർ ദ ബെയേഴ്സ് ഹാവ് എസ്കേപ്ഡ് ഫ്രം ദ സൂ. ഓക്കെ, മനസ്സിലായോ? ഇനി 13 റൂൾ എന്ന് പറയുന്നത്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ടിപ്പിക്കലി ടേക്ക് സിംഗുലാർ വേർബ്സ് except for the pronouns few, many, several, both, all, some that always take the plural form. ഇപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലാർ വേർബ് ഫോമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ പ്രൊനൗൺസിന് പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാധാരണ നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് അല്ലാത്ത ഈ പ്രൊനൗൺസ് കഴിഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ പ്രൊനൗൺസ് അതിൽ പെടുന്നില്ല. ബാക്കിയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എല്ലാം സിംഗുലാർ വേർബ് ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂ, മെനി, സെവറൽ, ബോത്ത്, ഓൾ, സം എന്നുള്ളത് ഒന്നും ഇതിൽ പെടുന്നില്ല. ബാക്കിയുള്ളതെല്ലാം എന്താ പറയുക, ഇപ്പോൾ 13th ബേസിക് റൂൾ എന്ന് പറയുന്നത്, ബേസിക് റൂൾ അല്ല, 13th റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ 13th റൂൾ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് സാധാരണ സിംഗുലാർ വേർബ്സ് ആണ് ഉപയോഗിക്കുക, അവരുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത്. പക്ഷേ ചില പ്രൊനൗൺസ് ഫ്യൂ, മെനി, സെവറൽ, ബോത്ത്, ഓൾ, സം എന്നുള്ള പ്രൊനൗൺസ് എപ്പോഴും പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വേർഡ്സ് ഒഴിച്ച് ഫ്യൂ, മെനി, സെവറൽ, ബോത്ത്, ഓൾ, സം എന്നീയുള്ള പ്രൊനൗൺസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസും സിംഗുലാർ വേർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രൊനൗൺസ് എപ്പോഴും പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്യൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്യൂ നമ്മളിവിടെ എക്സെപ്ഷൻ കേസിൽ പറഞ്ഞതാണ്, ഫ്യൂ അല്ലേ. ഫ്യൂ എന്നുള്ള പ്രൊനൗൺ, ഫ്യൂ വെയർ ലെഫ്റ്റ് അലൈവ് ആഫ്റ്റർ ദ ഫ്ലഡ്. ഇപ്പോൾ ഫ്യൂ എന്നുള്ളത് പ്ലൂറൽ ഫോമാണ്, പ്ലൂറൽ വേർബ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെയർ എന്നുള്ളത്, ഫ്യൂ വെയർ ലെഫ്റ്റ് അലൈവ് ആഫ്റ്റർ ദ ഫ്ലഡ് കഴിഞ്ഞിട്ട് കുറച്ച് പേര് അല്ലേ, ഫ്യൂ വെയർ ലെഫ്റ്റ് അലൈവ്, കുറച്ച് പേരെ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്യൂ വെയർ ലെഫ്റ്റ് അലൈവ് ആഫ്റ്റർ ദ ഫ്ലഡ്. 14th റൂൾ എന്താ? കളക്റ്റീവ് നൗൺസ് ലൈക്ക് ഹേർഡ്, സെനറ്റ്, ക്ലാസ്, ക്രൗഡ് എക്സെട്ര യൂഷ്വലി ടേക്ക് എ സിംഗുലാർ വേർബ്. കളക്റ്റീവ് നൗൺസ്, ഓക്കെ, കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടത്തെ പറയുന്ന പേരുകളെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ് അല്ലേ, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, അങ്ങനെ ഒരു കൂട്ടത്തിനെ പറയുന്നത്, ഒരു ഗ്രൂപ്പിനെ പറയുന്നത്. കളക്റ്റീവ് നൗൺസ് ലൈക്ക് ഹേർഡ് എന്നുള്ളതൊരു കളക്റ്റീവ് നൗണാണ്. സെനറ്റ് അല്ലേ, സെനറ്റ് എന്നുള്ളതൊരു കളക്റ്റീവ് നൗണാണ്. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് അല്ലേ, ക്ലാസ്, അതേപോലെ ക്രൗഡ്, ഇങ്ങനത്തെ കളക്റ്റീവ് നൗൺസ് എല്ലാം സിംഗുലാർ വേർബാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, അതൊരു കൂട്ടത്തെയാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിനെ ഒരെണ്ണമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത് അല്ലേ. ഒരു ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും എലിഫൻറ്റ്സ് കുറേ പേര് ആ ഗ്രൂപ്പിലുണ്ടെങ്കിലും ആ ഒരു ഗ്രൂപ്പിനെ ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിനെ സിംഗുലാർ വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ഹേർഡ് ഈസ് സ്റ്റാമ്പീഡിങ്.
ദ ഹേർഡ് ഈസ് സ്റ്റാമ്പീഡിങ്, മതിച്ച് വരികയാണ് അല്ലേ. ദ ഹേർഡ് എന്നുള്ളത് ഹേർഡ് ഓഫ് എലിഫൻസ് ആണ്. അപ്പോൾ ഹേർഡ് ഈസ് എന്തിൻ്റെയും ഹേർഡ് ആയിരിക്കാം, വേറെ ആനിമൽസിന് നമ്മൾ ഹേർഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹേർഡ് ഈസ് സ്റ്റാമ്പീഡിങ്, ദ ഹേർഡ് ഈസ് സ്റ്റാമ്പീഡിങ്. ഹേർഡ് എന്നുള്ള കളക്റ്റീവ് നൗൺ കഴിഞ്ഞിട്ട് അതിൻ്റെ വേർബ് ഫോം സിംഗുലാർ ആണ്, സിംഗുലാർ വേർബ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 15th one, titles of books, movies, novels, etc. are treated as singular and take a singular verb. ഇപ്പോൾ ബുക്സിൻ്റെ ടൈറ്റിൽസ്, മൂവീസിൻ്റെ ടൈറ്റിൽസ്, നോവൽസിൻ്റെ ടൈറ്റിൽസ് ഇതെല്ലാം സിംഗുലറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗുലാർ വേർബ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ബേർബ്സ് ഒരു മൂവിയുടെ പേരാണ്. ദ ബേർബ്സ് എന്നുള്ളത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കാണാം, അത് സിംഗുലാർ വേർബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദ ബേർബ്സ് ഈസ് എ മൂവി സ്റ്റാറിങ് ടോം ഹാങ്ക്സ് സ്റ്റാർ ചെയ്ത അഭിനയിച്ച ഒരു മൂവിയാണ് ദ ബേർബ്സ് എന്നുള്ള സെൻറ്റൻസ്. നെക്സ്റ്റ് 16th one, if singular subjects are preceded by each or every, the verb will be in the singular. ഇപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റിന് മുമ്പ് നമ്മൾ ഈച്ച് അല്ലെങ്കിൽ എവ്രി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഈച്ച് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ എവ്രി എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗുലാർ സബ്ജക്റ്റിന് മുമ്പ് കേട്ടോ, ഒരു പ്ലൂരൽ സബ്ജക്റ്റ് അല്ല, സിംഗുലാർ സബ്ജക്റ്റിന് മുമ്പ് നമ്മളൊരു ഈച്ച് എന്നുള്ളത് അല്ലെങ്കിൽ എവ്രി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വേർബും സിംഗുലാർ ഫോമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈച്ച് ഡേ ബ്രിങ്സ് എ റേ ഓഫ് ഹോപ്പ് ഫോർ അസ്. ഈച്ച് എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു സെൻറ്റൻസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഈച്ച് എന്നുള്ളത്. ഓക്കെ, ഈച്ച് അല്ലെങ്കിൽ എവ്രി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈച്ച് എന്നുള്ള വേർഡ് വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അവിടെ അല്ലേ, ഡേ എന്നുള്ളത്. അപ്പോൾ ഡേനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഈച്ച് ഡേ അല്ലേ. അപ്പോൾ അവിടെ സിംഗുലാർ വേർബ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ബ്രിങ്സ് അല്ലേ, ഈച്ച് ഡേ ബ്രിങ്സ് സിംഗുലാർ വേർബ് ഫോമാണ്. കാരണം ഓരോ ദിവസത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗുലാറാണ്. ഈച്ച് ഡേ ബ്രിങ്സ് എ റേ ഓഫ് ഹോപ്പ് ഫോർ അസ്. ഈ സെയിം റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ദ വേർഡ് എവ്രി. ഓക്കെ, എവ്രി യൂസ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, സിംഗുലാർ സബ്ജക്റ്റ് ആയിരിക്കണം ഇത്. ഈച്ച് അല്ലെങ്കിൽ എവ്രി കഴിഞ്ഞിട്ട് സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഈച്ച് ഡേ ബ്രിങ്സ് എ റേ ഓഫ് ഹോപ്പ് ഫോർ അസ്. 17th റൂൾ എന്ന് പറയുന്നത് nouns like a pair of socks, a pair of scissors, etc. are taken as singular, take a singular verb. ഇപ്പോൾ നമുക്കറിയാം എ പെയർ ഓഫ് സോക്സ് രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ നമ്മളതിനെ പെയർ ഓഫ് സോക്സ് എന്നാണ് പറയുക, ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ പെയർ ഓഫ് സിസേഴ്സ് എന്നാണ് പറയുക അല്ലേ. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്, പക്ഷെ അത് ഒറ്റ ഇതിലാണ്, ഒരു സിസറിലാണ്, ഒരു കത്രികയിലുള്ള സാധനങ്ങളാണ്. എ പെയർ ഓഫ് സിസേഴ്സ് എന്ന് പറഞ്ഞാലും അതൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് സിംഗുലാർ ആയിട്ടാണ് കണക്കാക്കുന്നത്, എന്നിട്ട് അതിന് സിംഗുലാർ വേർബ് ഫോമാണ് യൂസ് ചെയ്യുന്നത് പെയറിനൊക്കെ. ഓക്കെ, എ പെയർ ഓഫ് സിസേഴ്സ് ഈസ് നെസസറി ഫോർ ക്രാഫ്റ്റ് വർക്ക്. എ പെയർ ഓഫ് സിസേഴ്സ് എന്നുള്ളതിന് ആറ് വെക്കില്ല, പ്ലൂരൽ വേർബ് ഫോം വെക്കില്ല. എ പെയർ ഓഫ് സിസേഴ്സ് ആർ നെസസറി ഫോർ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയില്ല. എ പെയർ ഓഫ് സിസേഴ്സ് ഈസ് എന്നുള്ള സിംഗുലാർ വേർബ് ഫോമാണ് അവിടെ യൂസ് ചെയ്യുന്നത്, ഈസ് നെസസറി ഫോർ ക്രാഫ്റ്റ് വർക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റൂൾ. This is the final rule that you have to remember. Only the subject affects the verb. When it comes to the agreement between a subject and a verb, okay, always remember about this final rule that only the subject affects the verb. Subjectum verbum തമ്മിലാണ് agreement. സെൻറ്റൻസിലുള്ള ബാക്കിയുള്ള വേർഡ്സ് തമ്മിലല്ല. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ നേരെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റും വേർബും തമ്മിൽ എഗ്രി ചെയ്യുന്നുണ്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ കയറി വരുന്ന കാര്യങ്ങളെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ ഫൈനൽ റൂൾ.